Smile greetings everyone. Welcome to Smile and Heal. I am your smiler, രാജിയ. സുജോക് തെറപ്പി എന്താണെന്ന് ഒരു ചെറിയ വിവരണത്തിലൂടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സുജോക് അത് ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും, അറിയാമായിരിക്കും. എന്നാൽ മറ്റു ചിലർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് മലയാളം ലാംഗ്വേജ് അല്ല, അത് കൊറിയൻ ഭാഷയിൽ സു എന്ന് പറഞ്ഞാൽ കൈകൾ, ജോക്ക് എന്ന് പറഞ്ഞാൽ കാലുകൾ. അതെങ്ങനെ കൊറിയൻ ലാംഗ്വേജ് വന്നു? ഇത് നമുക്കെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് കൊറിയയിൽ നിന്നുള്ള ഒരു സോഷ്യലിസ്റ്റ്, ഫിലോസഫർ ആൻഡ് സയന്റിസ്റ്റ് പ്രൊഫസർ പാക് ജെ-വു എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ സോളാണ്. പുള്ളി നമുക്കെല്ലാം ഇത് വണ്ടർഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ബുക്സ് ഒത്തിരി നമുക്ക് എഴുതി ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തിനാ? അത്രയ്ക്ക് സിമ്പിൾ എന്നാൽ വളരെ വളരെ ഇഫക്റ്റീവ് ആയ ഒരു ടൂൾ തെറപ്പിയാണ് സുജോക് തെറപ്പി. സു എന്ന് പറഞ്ഞാൽ കൈകളാണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് സുജോക് എന്നുള്ള പേര് വന്നു? അത് നമ്മളുടെ എന്ത് ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, അത് നമ്മുടെ കൈകളിലും കാലുകളിലുമായിട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്താൽ സക്സസ്ഫുൾ ആവും? ബിക്കോസ് നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നമ്മളുടെ അതേ ചിന്താഗതിയിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും, അല്ലെ? അപ്പൊ ആ ഒരു സിമിലാരിറ്റി നമുക്ക് കൂടുതൽ ആരുടെ അടുത്താണോ നമുക്ക് മനസ്സിലാവുന്നത് അവരുമായിട്ടാണ് നമ്മൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെ? ആ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് സുജോക് തെറപ്പിയിലും. നമ്മുടെ കൈകളും നമ്മുടെ ശരീരവും തമ്മിൽ അത്രയും സിമിലാരിറ്റി പ്രൊഫസർ പാക് ജെ-വുവിന് കണ്ടുപിടിക്കാനായി. അത് പുള്ളി റീഇൻവെന്റ് ചെയ്തു എന്ന് മാത്രമാണ് പറയുന്നത്. ഇന്ന് ലോകത്തിലെ 40ൽ പരം രാജ്യങ്ങളിൽ സുജോക് തെറപ്പി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഗ്ലോബൽ ഓഫീസ് എന്ന് പറയുന്നത്, ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ISA അത് പൂനെയിലാണ്, ഇന്റർനാഷണൽ സുജോക് അസോസിയേഷൻ. അത് നമ്മൾ ഇന്ത്യക്കാർക്ക് തന്ന അനുഗ്രഹമാണ് പ്രൊഫസർ പാക് ജെ-വു. പല ഇന്ത്യൻ ലീഡിംഗ് ഡോക്ടേഴ്സും അവരുടെ അലോപ്പതിക് ആവട്ടെ ഹോമിയോപ്പതിക് ആവട്ടെ അവരുടെ ആ പ്രൊഫഷൻ മെയിൻ അല്ല, അതിപ്പോ സബായിട്ട് വെച്ചിട്ട് സുജോക് തെറപ്പിയിലാണ് അവർ ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് അതിന്റെ ഇഫക്റ്റീവ്നെസ് അത്രയ്ക്ക് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നമുക്കും എങ്ങനെ പഠിച്ചെടുക്കാം? വളരെ സിമ്പിൾ ആണ്. നമ്മുടെ എല്ലാം കൈകളും നമ്മുടെ ശരീരവും എങ്ങനെയാണ് ഇത്രയും സിമിലാരിറ്റി ആയിട്ട് പ്രൊഫസർ പാക്കിന് മനസ്സിലായത്? നമ്മളുടെ കൈകൾ നോക്കാം. ഒരു വലിയൊരു സർക്കിൾ, അതിൽ നിന്ന് 5 വിരലുകളാണ്. നമ്മുടെ ശരീരം നോക്കൂ, ഒരു വലിയൊരു സർക്കിൾ, അതിൽ നിന്നും 5 പ്രൊജക്ഷൻസ്. അത് ഒരു സിമിലാരിറ്റി ആയി. പിന്നെ അതിന്റെ പ്രൊപ്പോർഷൻ ഓഫ് സിമിലാരിറ്റി അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ഓഫ് പ്രൊജക്ഷൻ, അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ കൈയും കാലും ഒരാൾ നിലത്ത് നിൽക്കുന്നത് ഇമാജിൻ ചെയ്തോളൂ. ആ ശരീരത്തിൽ നിന്ന് 2 കൈകൾ 2 കാല് ഒരേ ഡയറക്ഷൻ നീളത്തിൽ മെലിഞ്ഞിട്ട്, എന്നാൽ തലയാവട്ടെ ചെറുത് കുറുകിയത്, അല്ലെ? നമ്മുടെ കൈകളിൽ നോക്കൂ, 4 വിരലുകൾ നീളത്തിൽ കുറുകിയത്, എന്നാൽ തള്ളവിരല് ചെറുത്, എന്നാൽ അത്യാവശ്യം ഉരുണ്ടതാണ് എല്ലാവരുടെയും, അല്ലെ? നമ്മൾ നിലത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെയും നമ്മുടെ കൈ ഇങ്ങനെ നിലമാണിതെന്ന് വിചാരിച്ചോളൂ, ഇങ്ങനെ വെച്ച് കമ്പയർ ചെയ്താൽ നമുക്ക് കാണാം ഈ 2 വിരലാണ് ടച്ച് ചെയ്യുന്നത്. നമ്മുടെ നിലത്ത് നിൽക്കുമ്പോൾ കാലുകൾ മാത്രമാണ് തറയിൽ ടച്ച് ചെയ്യുന്നത്. അപ്പുറം ഇപ്പുറം 2 വിരലുകൾ തൂങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ കൈകൾ രണ്ടും തൂങ്ങിക്കിടക്കായിരിക്കും. അതിൽ നിന്ന് എന്നെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ തള്ളവിരൽ ഇതിനകത്ത് കാണുന്നത്. അതേപോലെ തന്നെയല്ലേ നമ്മുടെ കൈകളുടെയും കാലിന്റെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ തല, അല്ലെ? അനദർ സിമിലാരിറ്റി ആയി. നെക്സ്റ്റ് എന്താ? നമ്മുടെ കൈകളിലെ ജോയിന്റ് നോക്കുക. തോളിലെ 1, 2, 3, അല്ലെ? അതേപോലെ തന്നെ കാലിലും ഹിപ്പ് ജോയിന്റ്, നീ, ആങ്കിൾ, 3 ജോയിന്റ് വെച്ചുണ്ട് കൈയിലും കാലിലും. എന്നാൽ കഴുത്തിലാവട്ടെ അല്ലെങ്കിൽ തലയുടെ ഭാഗത്താണെങ്കിൽ 1, 2 ജോയിന്റേ ഉള്ളൂ. കൈകളിൽ നോക്കൂ, 1, 2, 3 ജോയിന്റ്. ഈ വിരലുകളിലെല്ലാം 3 ജോയിന്റ് ഉണ്ട്. തള്ളവിരലിലായിക്കോട്ടെ 2 ജോയിന്റേ ഉള്ളൂ. ഇതും അനദർ സിമിലാരിറ്റി. തീർന്നിട്ടില്ല. നമ്മുടെ ശരീരം ഫ്രണ്ട് പോർഷൻ ഓൾവേസ് ലൈറ്റർ ആയിരിക്കും, അല്ലെ? സോഫ്റ്റ് ആയിരിക്കും, ലൈറ്റർ ആയിരിക്കും. എന്നാൽ ബാക്ക് പോർഷൻ ഡാർക്ക് ആയിരിക്കും, കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും. നമ്മുടെ കൈകളിൽ നോക്കൂ, ഫ്രണ്ട് പോർഷൻ ഇസ് ലൈറ്റർ ആൻഡ് സോഫ്റ്റ്, എന്നാൽ കൈ ബാക്ക് പോർഷൻ ആയിക്കോട്ടെ ഡാർക്കർ ആൻഡ് കമ്പാരിറ്റീവ്ലി ഹാർഡർ. കമ്പാരിറ്റീവ്ലി ലൈറ്റർ ആൻഡ് ഡാർക്ക്, സോഫ്റ്റർ ആൻഡ് ഹാർഡർ. അടുത്ത 2 സിമിലാരിറ്റി ആയി. ഇനിയുമുണ്ട്. നമ്മുടെ
കൈകൾ ഫ്രണ്ടിലോട്ട് ചുരുട്ടാൻ പറ്റും, ബാക്കിലോട്ട് അത്രയ്ക്ക് ചുരുട്ടാൻ പറ്റില്ല. ബോഡിയോ ഫ്രണ്ടിലോട്ട് നമുക്ക് ചുരുണ്ടിരിക്കാൻ പറ്റും, ആ രീതിയിൽ നമുക്ക് ബാക്കിലോട്ട് വളയാൻ പറ്റുമോ? ഇല്ലല്ലോ. അനദർ സിമിലാരിറ്റി ആയി ഇനിയുമുണ്ട്. അങ്ങനെ പല പല സിമിലാരിറ്റി. അത്രയ്ക്ക് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹിച്ചു തന്നേക്കുന്നത്. ആ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചത് പ്രൊഫസർ പാർക്കാണെന്ന് മാത്രം. സോ പ്രൊഫസർ പാർക്കിന്റെ ഡ്രീമായിരുന്നു എല്ലാ കുടുംബത്തിലെ ഒരാളെങ്കിലും സുജോഗ് തെറപ്പിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്തിനാണ്? നമുക്കെല്ലാം എമർജൻസി ഏത് മൊമെന്റിലും വരാം. എപ്പോഴും ഹോസ്പിറ്റലിൽ ഓടിയെത്താൻ പറ്റിയെന്ന് വരില്ല. ബട്ട് നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ സുജോഗ് തെറപ്പി അറിയാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കെല്ലാം നമ്മളെ തന്നെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ബ്രീഫ് ഐഡിയ ആണിത്. ഈ പറയുന്ന ഓർഗൻ അല്ലെങ്കിൽ നമ്മുടെ കൈകളും കാലുകളും മാത്രമല്ല, നമ്മുടെ ബോഡിക്കകത്തുള്ള ഓർഗൻ പൊസിഷൻ, അതിന്റെ ലൊക്കേഷൻ എല്ലാം അതേപോലെ തന്നെ വെരി വെൽ ഓർഗനൈസ്ഡ്, വെരി വെൽ പ്രൊപ്പോർഷനേറ്റ് ആണ്. സോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് സുജോഗ് തെറപ്പി ഇൻ ഡെപ്ത് പഠിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ ഒരു ബ്രീഫ് ഐഡിയ ആയില്ലേ? നമുക്കിപ്പോ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ചെയ്യാം. അതെങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു? അത് ഇതിന്റെ അകത്ത് അഗൈൻ നാച്ചുറൽ തെറപ്പിയാന്ന് പറഞ്ഞു. ഇതിനകത്ത് ട്രീറ്റ്മെന്റ് ടൂൾസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന സീഡ്സ് ആണ്. അത് നമ്മുടെ ഒക്കെ വീടുകളിലുള്ള പയറായിക്കോട്ടെ, കുരുമുളക് ആയിക്കോട്ടെ, ഉലുവയായിക്കോട്ടെ, കടുകായിക്കോട്ടെ, അങ്ങനെ എല്ലാ സീഡിലും ഒരു ജെർമിനേറ്റിംഗ് പവർ ഉണ്ട്, ഒരു ലൈഫ് എനർജി ഉണ്ട്, ഇല്ലേ? അത് വെച്ചിട്ട് നമ്മൾ ആ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പോർഷനിൽ നമ്മൾ പേപ്പർ പ്ലാസ്റ്റർ വെച്ചിട്ട് എല്ലാ കടകളിലും കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ അത് വെച്ചിട്ട് നമുക്ക് അതിന്റെ കറക്റ്റ് പ്രൊപ്പോർഷൻ, കറസ്പോണ്ടൻസ് പോയിന്റ് എന്ന് പറയും, അവിടെ നമ്മൾ മസാജ് ചെയ്യുന്നു. മസാജ് ചെയ്യുന്ന എന്തിനാ? ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നു. നമ്മളൊന്ന് ഒരു മുട്ടൊന്ന് ഇടിച്ചു, എൽബോ ഒന്ന് ഇടിച്ചു എന്ന് വിചാരിക്കുക. അവിടെ അന്നേരം നമ്മൾ തടവില്ലേ ആദ്യം ഒന്ന് വേദന മാറാനായിട്ട്? അതേപോലെ തന്നെ എൽബോ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് കൈകൾ, അപ്പൊ ഇതാണ് നമ്മുടെ എൽബോ ജോയിന്റ്. ആ എൽബോ ജോയിന്റിനെ നമ്മളൊന്ന് മസാജ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യും. ഇത് കൈകൾ ഒരു റിമോട്ട് കൺട്രോൾ പോലെയാണ്. സോ നമ്മൾ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആ ഇടിച്ച ഇമ്പാക്റ്റിൽ വ്യത്യാസം അറിയാൻ പറ്റും, വേദനയിൽ വ്യത്യാസം അറിയാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആ സീഡ് വിത്ത് പേപ്പർ പ്ലാസ്റ്റർ നമ്മൾ അവിടെ ഒട്ടിക്കുന്നു. അങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. സീഡ്സ് വെച്ച് മാത്രമല്ല, അതിൽ നമുക്ക് കളേഴ്സ് യൂസ് ചെയ്യാം, മാഗ്നറ്റ്സ് യൂസ് ചെയ്യാം, നീഡ്ലിംഗ് യൂസ് ചെയ്യും, മോക്സിബർഷൻ എന്ന് പറയും, മോക്സ സ്റ്റിക്സ് വാങ്ങിക്കാൻ കിട്ടും, അത് വെച്ചും നമ്മൾ കൊടുക്കും ട്രീറ്റ്മെന്റ്. അതെല്ലാം കൈകളിൽ, ഒരു കൈനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലല്ല, പക്ഷെ അതിന്റെ ഇഫക്റ്റ് നമ്മുടെ കൈകളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു എന്ന് മാത്രം. കൈകളിലൂടെയും കാലുകളിലൂടെയും. ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൈകൾ, എന്നാൽ ക്രോണിക് ഒത്തിരി നാളത്തെ പഴക്കമുള്ള ഡിസീസസ് ആണെന്നുണ്ടെങ്കിൽ കാലുകൾ ട്രീറ്റ്മെന്റ് ചെയ്യും. ബിക്കോസ് അതിന് അതിന്റേതായ ഇഫക്റ്റ് ഉണ്ട്. നമ്മുടെ കൈകളിലെ പോലെ തന്നെ കാലുകളുടെയും പൊസിഷനിങ്, ലൊക്കേഷൻ, അതിന്റെ പ്രൊപ്പോർഷൻ, അതിന്റെ കളർ എല്ലാം സെയിം ആണ് കൈകളും കാലുകളും. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എന്ത് ഡിഫിക്കൽട്ടിയും നമുക്ക് കൈകളിലൂടെയും കാലുകളിലൂടെയും ട്രീറ്റ്മെന്റ് ചെയ്ത് ഇഫക്റ്റീവായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രൊഫസർ പാർക്ക് നമുക്ക് തന്ന ഇൻട്രൊഡക്ഷൻ ആണ്, അനുഗ്രഹമാണ്, വണ്ടർ ആണ്. സോ ആ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് നമ്മളെ തന്നെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഫ്രണ്ട്സിനെയും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് നമുക്ക് ബ്യൂട്ടിഫുള്ളി എൻജോയ് ചെയ്യാം നമ്മുടെ ലൈഫ്. സോ until we meet next, keep smiling, enjoy your life. Smile. Thank you.